അറിയൂളെ സമ്മതിച്ചിരിക്കുന്നു. വായി എന്നെ നടുറോട്ടിലിട്ട് ഇടിച്ച് നാണം കെടുത്തവന്റെ ഭാര്യയാണ് ഇവൾ. പകരം വിട്ടുവെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതാണ് റഷീദ്, ഇൻസ്പെക്ടറുടെ ഭാര്യ. അതെ, അവന്റെ ഭാര്യയാണ്. ഇന്ന് രാത്രി ഇവൾ നമ്മുടെയും ഭാര്യയാണ്. ഇതിനെ ഉപദ്രവിക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തില്ലല്ലോ. ഇത്രയും നല്ലൊരു പൂവിനെ നന്നായി ഒന്ന് മണപ്പിക്കാതെ ആരെങ്കിലും വിട്ടുകളയും? അതും ഈ തണുപ്പുള്ള രാത്രി. റഷീദേ, നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ ആ ഇൻസ്പെക്ടർ അറിയില്ല. അറിഞ്ഞാൽ അതവളുടെ ഭാവി തന്നെ ബാധിക്കും. കാര്യം കഴിഞ്ഞാൽ തിരിച്ചുവിട്ടേക്കാം, അത്ര തന്നെ. അയാൾ ഇവിടെ തിരക്കില്ലേ? അയാൾ ഇപ്പൊ സ്ഥലത്തില്ല. രാത്രി കൂടെ ഇരുട്ടിയിട്ടേ വരൂ. അതറിഞ്ഞതുകൊണ്ടല്ലേ ഞാനിവിടെ തട്ടിക്കൊണ്ടുപോകുന്നത്. സാർ വേഗം കാര്യം നടത്തിയത്. എന്നോട് അല്പം കരുണ കാണിക്കണം സർ. ഞാനൊരു പാവമാണ്. ഞാൻ ഗർഭിണിയാണ്. കരുണ കാണിക്കുന്നത് കൊണ്ടല്ലേ നിന്നെ തിരിച്ചു കൊണ്ടുവിടാമെന്ന് തീരുമാനിച്ചത്. എന്നെ വേഗം കൊണ്ടുവിടണം സർ. അത് നിന്റെ സഹകരണം പോലെ. വിടരുന്നോളെ. റഷീദേ, എന്തു പറ്റി സാർ? അവൾ ഓടി ഇങ്ങോട്ടൊന്നല്ലോ, കാണുന്നില്ല. വാ പോയി നോക്കാം. ചേട്ടാ, താഴെ ആരെ വന്നിട്ടുണ്ട്? സുഷമ ഇവിടെ ഉണ്ടോ? വന്നില്ല സാർ. ഇല്ല. എന്താ ചെയ്യാൻ? സുഷമയെ വീട്ടിൽ കാണുന്നില്ല. കാണുന്നില്ലല്ലോ. ഞാൻ കരുതി ഇവിടെ ഉണ്ടാവും. വൈകിട്ട് ഇവിടെ വന്നിരുന്നു. സന്ധിക്കുമ്പോ പോവുകയും ചെയ്തു. സുരേഷ് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. വീട് തുറന്നു കിടക്കുന്നു. സുഷമയെ കാണാനില്ല. ധൈര്യമായിരിക്കും, സുഷമയ്ക്കൊന്നും സംഭവിക്കില്ല. നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. അച്ഛാ, രണ്ടുപേരും കണ്ടില്ലല്ലോ. എനിക്ക് പേടിയാവുന്നു. എന്തോ കുഴപ്പമുണ്ട്. ഒരു കുഴപ്പമില്ല. സമാധാനമായിട്ടിരിക്കും.
ചേട്ടൻ വരുന്നവരെ ഈ ഉറക്കം നീ കാത്തിരിക്കും. സുഷമേ, ഞാൻ വന്നു സുഷമേ. ഞാൻ വരുന്നതുവരെ ഉറങ്ങാതെ കാത്തിരിക്കാമെന്ന് പറഞ്ഞ് എനിക്കിനി ആരുണ്ട്? ഇനി എത്രയും വേഗം നമ്മൾ ഈ നഗരം വിടണം. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. ശരിയാണ്. വേഗം രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പോലീസിന്റെ പിടിയിൽപ്പെട്ടത് തന്നെ. ഞാനിവിടെ വന്നത് ആ വിദേശിയുമായുള്ള ബിസിനസ് നടത്താനാണ്. 2 മണിക്കൂറുള്ളിൽ അത് നടന്നില്ലെങ്കിൽ അയാൾ മടങ്ങിപ്പോവും. ഈ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുന്ദരിയായ ഒരു സ്ത്രീയെ അയാൾക്ക് കാഴ്ചവെച്ചാലേ കാര്യം നടക്കും. അതുടനെ ചെയ്യുകയും വേണം. റഷീദ് വിചാരിച്ചാൽ അത് നടക്കും. സാർ എന്താണ് ഈ പറയുന്നത്? ഒരു ഇൻസ്പെക്ടറുടെ ഭാര്യയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ നഗരത്തിൽ നിൽക്കുന്നതിന് കുഴപ്പമാണ്. സാറിന്റെ കസ്റ്റഡിയിലുണ്ടല്ലോ ആ ശ്യാമള. അവൾ നമ്മുടെ ഭീഷണിക്ക് വഴങ്ങണം മറ്റില്ല. അതിന് ശ്രമിക്കാമെന്ന് വെച്ചാൽ 2 മണിക്കൂർ നാം സാധ്യമല്ല. അതിന് ഞാനൊരു വഴി പറയാം.